നമസ്കാരം. ഹിന്ദു പുരാണങ്ങളിൽ മുഹമ്മദ് നബിയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും പറയുന്നുണ്ടോ? ഭവിഷ്യ പുരാണത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഏതാണ്ട് നോക്കൂ, നമ്മൾ അത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മുഹമ്മദ് നബിയുടെ വരവിനെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഭവിഷ്യ പുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിൽ ഒരു ശ്ലോകമുണ്ട്. അത് ഇങ്ങനെയാണ്: ഏതസ്മിന്നന്തരേം മ്ലേച്ഛ ആചാര്യേണ സമന്വിത ശിക്ഷശാഖ ആഗമനേഹ മഹാമത ഇതിഖ്യാത. ഇതിൽ മഹാമതൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം മുഹമ്മദ് നബി ആണെന്നാണ് പറയുന്നത്. അതിന്റെ ഏകദേശ അർത്ഥം നോക്കൂ. അതിന്റെ അർത്ഥം അതായത് ആ സമയത്ത് മ്ലേച്ഛരുടെ ഇടയിൽ ആചാര്യനോടുകൂടി മഹാമത എന്ന പേരിൽ അറിയപ്പെട്ട ശിഷ്യന്മാരും അനുയായികളും കൂടെയുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്നാണ് അത് പറയുന്നത്. ഈ മഹാമദൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി ആണെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും മറ്റും വാക്യം. എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഭവിഷ്യ പുരാണം പോലൊരു പുരാണത്തിൽ, ഭാവി പ്രവചിക്കുന്ന ഒരു പുരാണത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരിക? നോക്കൂ, അതിൽ കൃത്യമായിട്ട് ലിംഗ പരിച്ഛേദനം നടത്തിയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എന്നെല്ലാം, മരുഭൂമിയിൽ വസിക്കുന്ന ആളുകൾ എന്നെല്ലാമുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അത് വളരെ കൗതുകകരമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആറാമത്തെ ശ്ലോകത്തിൽ മരുഭൂമിയെക്കുറിച്ച് കൃത്യമായി വരുന്നുണ്ട്. രാജാവ് മരുഭൂമിയിൽ വസിക്കുന്ന മഹാദേവനെ ഗംഗാജലം കൊണ്ടും പഞ്ചഗവ്യം കൊണ്ടും കുളിപ്പിച്ച് ചന്ദനത്തിരി മുതലായവ കൊണ്ട് ആരാധിച്ച് മനസ്സോടെ സ്തുതിച്ചു എന്നാണ്. നമുക്കറിയാം, കഅബ എന്ന് പറയുന്ന അവരുടെ പുണ്യഭൂമി, ആ കഅബയിൽ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ ഒരു പുണ്യശിലയായിട്ട് മുസൽമാന്മാർ കണക്കാക്കുന്ന ആ ശില ശിവലിംഗമാണെന്നും അവിടെ ഒരു ശിവന്റെ ആരാധനാലയമായിരുന്നു കാബ എന്നുമാണ് ചിലരുടെ വാദം. അതോടുകൂടി ചേർത്ത് വായിക്കപ്പെടുമ്പോഴാണ് കുറച്ചുകൂടി അത്ഭുതം നമുക്ക് തോന്നുക. മഹാരാജാവ് മരുഭൂമിയിൽ വസിക്കുന്ന മഹാദേവനെ ഗംഗാജലം കൊണ്ടും പഞ്ചഗവ്യം കൊണ്ടും കുളിപ്പിച്ച് ചന്ദനം മുതലായവ കൊണ്ട് ആരാധിച്ച് മനസ്സോടെ സ്തുതിച്ചു എന്നാണ് ഇതിലെ ആറാമത്തെ വാക്യം പറയുന്നത്. ഇനി ഏഴാമത്തെ വാക്യം നോക്കാം. നോക്കൂ, ഇതാണ് അതിന്റെ സംസ്കൃതം. അത് മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ഗിരിജയുടെ നാഥനായവനെ, മരുഭൂമിയിൽ വസിക്കുന്നവനെ, നിനക്ക് നമസ്കാരം. ത്രിപുരാസുരനെ നശിപ്പിക്കുന്നവനെ, അനേകം മായകൾ പ്രവർത്തിക്കുന്നവനെ നമസ്കാരം. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ കൈലാസത്തിലാണ്, കൈലാസം മരുഭൂമിയല്ല എന്ന് നമുക്കറിയാം. ഗിരിജയുടെ നാഥനായവനെ, മരുഭൂമിയിൽ വസിക്കുന്നവനെ, നിനക്ക് നമസ്കാരം. ത്രിപുരാസുരനെ നശിപ്പിക്കുന്നവനെ, അനേകം മായകൾ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് നമസ്കാരം എന്നാണ് ഈ ഭവിഷ്യ പുരാണത്തിലെ ഏഴാമത്തെ ശ്ലോകം പറയുന്നത്. എത്ര കൗതുകകരമാണത്! മരുഭൂമിയെ കുറിച്ച് കൃത്യമായി വീണ്ടും വരുന്നു. ഇനി 12ാമത്തെ ശ്ലോകം നോക്കൂ. ആ 12ാമത്തെ ശ്ലോകത്തിന്റെ അത് നിങ്ങളൊന്ന് കാണുക. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് പറയുന്നത്: അവൻ യോനി ജനനം ഇല്ലാത്തവനാണ്, എന്നിൽ നിന്ന് വരം ലഭിച്ചവനും ദൈത്യശക്തി വർദ്ധിപ്പിക്കുന്നവനുമാണ്, മഹാമത എന്ന പേരിൽ അറിയപ്പെടുന്ന പൈശാചിക പ്രവർത്തികളിൽ അറിയപ്പെടുന്നവനുമാണ് അവൻ. അദ്ദേഹം വളരെ ശക്തിയുള്ളവൻ, യോനിജനനം ഇല്ലാത്തവനാണ്, ദൈത്യശക്തി വർദ്ധിപ്പിക്കുന്നവനും, മഹാമത എന്ന പേരിൽ അറിയപ്പെടുന്ന ആളും പൈശാചിക പ്രവർത്തികൾ ഏർപ്പെടുന്നവനുമാണെന്നാണ് ഭവിഷ്യ പുരാണം പറയുന്നത്. ഇത് മുസ്ലിം പണ്ഡിതന്മാർ പലപ്പോഴും പല വേദികളിൽ ഉപയോഗിക്കാറുണ്ട്. ഈ മഹാമതൻ എന്ന് പറയപ്പെടുന്നു മുഹമ്മദിനെ ഭവിഷ്യ പുരാണം. നോക്കൂ, ഹിന്ദുക്കളുടെ ഭവിഷ്യ പുരാണത്തിൽ വരെ മുഹമ്മദിന്റെ വരവിനെ കുറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനം കൊള്ളുന്നവരാണ് പല മുസ്ലിം പണ്ഡിതന്മാരും എന്നും ഈ സമയത്ത് നിങ്ങളൊന്ന് ഓർക്കുക. നോക്കൂ, ഇനി 14ാമത്തെ ശ്ലോകം പറയുന്നു: രാജാവ് തന്റെ രാജ്യത്തേക്ക് മടങ്ങി മഹാമതയും കൂട്ടരോടൊപ്പം സിന്ധു നദീതീരത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. മഹാമതൻ എന്ന് പറയുന്ന വാക്യം പിന്നെയും വരുന്നു ഇതിൽ. അവിടെ കൃത്യമായിട്ട് നോക്കൂ. അതുപോലെ തന്നെ 17ാം ശ്ലോകം: രാജാവിന്റെ മനസ്സിൽ മ്ലേച്ഛധർമ്മത്തെക്കുറിച്ചൊരു ചിന്ത, ആകർഷണം ഉണ്ടായി. അപ്പൊ കാളിദാസൻ കോപത്തോടെ മഹാമതനോട് പറഞ്ഞു: രാജാവിനെ മോചിപ്പിക്കാനായി ഈ മായ സൃഷ്ടിച്ചിരിക്കുന്നു. 19ാമത്തേത്: ദുരാചാര്യ വാക്കിക പുരുഷ, നിന്നെ ഞാൻ കൊല്ലുമെന്ന് കാളിദാസൻ മന്ത്രജപം നടത്തി ഹോമം ചെയ്തു. അതിനെ തുടർന്ന് ആ മായാവി ഭസ്മമായി എന്നും പറയുന്നു. ഇവിടെയാണ് ഇത് മുഹമ്മദിനെ കുറിച്ചല്ല എന്നുള്ള ചെറിയ സംശയം ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഭയപ്പെട്ട ശിഷ്യന്മാർ വാഹീക ദേശത്തേക്ക് പോയി ഗുരുവിന്റെ ഭസ്മം എടുത്തുകൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചു മതസംബന്ധമായ ആരാധനയിൽ ഏർപ്പെട്ടു. പിന്നീട് അവരുടെ തീർത്ഥമായി കണക്കാക്കപ്പെട്ടു. പ്രധാനപ്പെട്ടത് ഇതാണ്. ഈ മഹാമതൻ എന്ന് പറയുന്ന അദ്ദേഹം രാജാവിനോട് പറയുന്നതാണ്. നോക്കൂ, ലിംഗഛേദി എന്നാണ് അത് തുടങ്ങുന്നത്. എന്റെ ജനങ്ങൾ, അതിന്റെ അർത്ഥം എങ്ങനെയാണ്: എന്റെ ജനങ്ങൾ ലിംഗഛേദം ചെയ്യുന്നവരാണ്. നോക്കൂ, ലിംഗഛേദം ചെയ്യുന്നത് ജൂതരും മുസ്ലിങ്ങളുമാണ്. അതായത് സുന്നത്ത് കഴിക്കുക, ലിംഗ പരിച്ഛേദന കർമ്മം എന്നൊക്കെ പറയുക. എന്റെ ജനങ്ങൾ ലിംഗഛേദം ചെയ്യുന്നവർ, ശിഖയില്ലാത്തവർ, താടി ധരിക്കുന്നവർ, ധർമ്മത്തെ ദുഷിപ്പിക്കുന്നവർ, ഉച്ചത്തിൽ സംസാരിക്കുന്നവർ എല്ലാം ഭക്ഷിക്കുന്നവരായിരിക്കുമെന്നാണ് മഹാമതൻ പറയുന്നത്. അതിൽ ലിംഗഛേദനം നടത്തിയവർ എന്നുള്ളത് വളരെ മുസ്ലിങ്ങളായ കുറിച്ചാണ് ഈ പരാമർശം ഭവിഷ്യപുരാണത്തിലുള്ളത് എന്നുള്ളതിന് കുറച്ചുകൂടി ബലം നൽകുകയാണ്.
നോക്കൂ, ഇന്ത്യയിലെ പൗരാണികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ മുഹമ്മദിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അദ്ദേഹം ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വരവിനെ കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്കതിന്റെ യാഥാർത്ഥ്യം നോക്കാം. ഇത് എങ്ങനെയാണ് മുഹമ്മദിനെ കുറിച്ച് ആണോ അതോ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. നോക്കൂ, യഥാർത്ഥ ഭവിഷ്യ പുരാണത്തിന്റെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഭവിഷ്യ പുരാണം എന്നത് പല കാലഘട്ടങ്ങളിലായി പലർ എഴുതി പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടതാണ്. ഭവിഷ്യപുരാണത്തിന് ഈ നിലവിലെ അനുമാന പ്രകാരം 4 ഭാഗങ്ങളുണ്ട്. അത് ഒന്ന് ബ്രഹ്മപർവം, മധ്യമപർവം, നമുക്ക് പ്രതിസർഗപർവം, ഉത്തരപർവം എന്നുള്ളതാണ് ഈ 4 പർവങ്ങൾ, ഈ 4 ഭാഗങ്ങൾ. അതിൽ പ്രതിസർഗ പർവം എന്നുള്ള ഭാഗത്താണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ പ്രതിസർഗ ഭാഗത്തിന് തന്നെ പല ഭാഗങ്ങളും പിന്നീട് കൂട്ടിച്ചേർത്താണെന്ന് പറയുന്നു. നോക്കൂ, അതായത് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഈസ അല്ലെങ്കിൽ യേശു എന്നുള്ള പരാമർശങ്ങൾ വരുന്നു, മോസസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു, മുഹമ്മദിനെ കുറിച്ച് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നു. നോക്കൂ, 19-ാം നൂറ്റാണ്ടിലെ വിക്ടോറിയ രാജ്ഞിയെ കുറിച്ച് വരെയുള്ള പരാമർശങ്ങൾ ഇതിൽ നിന്ന് വരുന്നു. അത് തന്നെ ഏതോ കുടില ബുദ്ധിയുള്ള ബ്രാഹ്മണന്റെ കൂട്ടിച്ചേർക്കലാണെന്ന് വേണം അനുമാനിക്കാൻ. അതിൽ തന്നെ ഇതൊക്കെ പ്രാകൃത മതം, പ്രാചീന മതം, അല്ലെങ്കിൽ പൈശാചിക മതം എന്നൊക്കെ, മ്ലേച്ഛ മതം എന്നൊക്കെയാണ് ഈ മഹാമതൻ എന്ന് പറയുന്ന ആളുടെ മതമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അത് എത്രമാത്രം സ്വീകാര്യമാണ് മുസ്ലിങ്ങൾക്ക് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഇതേതോ കുടില ബുദ്ധിയുള്ള ബ്രാഹ്മണൻ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഈ ഭവിഷ്യപുരാണം എന്ന ഈ ഒരു പുരാതന ഗ്രന്ഥത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ്. പല പുരാണങ്ങളും ഇങ്ങനെ വക്രീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ട രീതിയിൽ. നോക്കൂ, നമ്മളെ പല പുരാണങ്ങളും മനുസ്മൃതിയിൽ പോലും പല ഭാഗങ്ങളും ബ്രാഹ്മണർക്ക് അനുകൂലമാകുന്ന രീതിയിൽ പിന്നീട് കൂട്ടിച്ചേർത്തതായിട്ടുള്ള വാദങ്ങളുണ്ട്. ഇങ്ങനെ വക്രീകരിക്കപ്പെട്ട ഒരു പുരാണമാണ് ഈ ഭവിഷ്യ പുരാണം എന്നത്. പ്രതിസർഗ പർവത്തിൽ കാണുന്ന ഈ പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് തന്നെ ഇപ്പൊ മഹാമതൻ എന്നത് മുഹമ്മദ് നബിയാണെന്നത് ഒരിക്കലും ഉറപ്പുവരുത്താൻ കഴിയില്ല. അങ്ങനെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ തന്നെ കാളിദാസന്റെ കയ്യാൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അനുചരന്മാർ പിന്നീട് ആ ഭസ്മം എടുത്തുകൊണ്ടുപോയി അവിടെ ആരാധനയ്ക്ക് തയ്യാറാക്കി എന്ന് പറയുന്നു. അതിലെ ജലങ്ങൾ അഭിഷേകത്തിന് എടുത്തു എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഒരു ചരിത്രം എന്താണ്, മുഹമ്മദ് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ജൂത സ്ത്രീ ആട്ടിറച്ചിയിൽ വിഷം കൊടുത്താണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ കാളിദാസൻ കൊന്നു എന്ന് പറയുമ്പോൾ ഏതോ കുടിലബുദ്ധിയുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചായിരുന്നു പരാമർശിക്കണം. എന്തായാലും ഭവിഷ്യപുരാണത്തിൽ പറയുന്ന മഹാമതൻ എന്ന് പറയുന്ന കുറച്ചെല്ലാം ഭാവന കൂട്ടിച്ചേർത്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് പറയാതെ വയ്യ. ഇതായിരിക്കാം യാഥാർത്ഥ്യം, ഇതാണെന്ന് ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കാനാണ് അതിനുള്ള സാധ്യത, അത് മുഹമ്മദ് നബി ആയിരിക്കാൻ സാധ്യത തീരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്.